തിരുവനന്തപുരം മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ബലിദാനികളുടെ വീടുകൾ സന്ദർശിക്കുകയാണ്. മണ്ണന്തല വെങ്കിട്ടത്തുകോണം രഞ്ജിത്തിന്റെ വീടാണ് ആദ്യം സന്ദർശിക്കുന്നത്. വിവരങ്ങൾ അതിന്റെ തത്സമയത്തിലേക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഘട്ടത്തിലാണ് മണ്ണന്തലയിൽ രഞ്ജിത്തിനെ CPMന്റെ ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ മണ്ണന്തല രഞ്ജിത്തിന്റെ വീട്ടിലല്ലേ വി രാജേഷും ഒപ്പം ആശാനാഥുമുള്ളത്? ഗൗതം, അതെ, മണ്ണന്തലയിലെ വീട്ടിലാണ് ഇപ്പോൾ വി രാജേഷ് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന സമയത്താണ് 2008 രഞ്ജിത്തിനെ CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നത്. വലിയ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. രഞ്ജിത്തിന്റെ വീട്ടിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. മേയറായി ചുമതലയെടുത്തതിനു ശേഷം ആദ്യം സന്ദർശിക്കുന്ന വീടാണ് ഈ മണ്ണന്തലയുടെ വീട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലകളിലെല്ലാം ഈ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 2008 ഈ മേഖലകളിലെല്ലാം സംഘത്തിനായാലും ശരി, BJPക്കായാലും ശരി, അടിത്തറ ഭാഗത്തിനടക്കം വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു വ്യക്തി കൂടിയായിരുന്നു ഈ രഞ്ജിത്ത് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ധീരബലിദാനിയുടെ വീട്ടിലാണ് ആദ്യം സന്ദർശിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഈ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെയും അങ്ങനെ ത്യാഗപൂർണമായിട്ടൊരു ജീവിതത്തിന്റെ കൂടി ജീവിതമാണ് ഈ വിജയത്തിലേക്ക് എത്തിയതിന് ഒരു കാരണം കൂടി. അതുകൊണ്ട് തന്നെ ആ ബലിദാനികളെയെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ടാണ് ഓരോ ബലിദാനികളുടെയും വീടുകൾ സന്ദർശിച്ച് ഈ വിജയത്തിന്റെ പങ്കുകൾ കൂടി വെക്കുന്ന അവരെ ഓർത്തുകൊണ്ടാണ് സ്മരിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. തലസ്ഥാന നഗരി പോലൊരു നഗരിയിൽ അവിടെ BJP അധികാരത്തിൽ വരുന്നു. ആ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് മുന്നിൽ സഞ്ചരിച്ചവരോടെല്ലാം മുന്നേ സഞ്ചരിച്ചവരെല്ലാം ഓർത്തുകൊണ്ട് അവർ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത്. അതിന്റെ ആ സ്മരണ പുതുക്കുക കൂടി ചെയ്യുകയാണ് ഇപ്പോൾ തലസ്ഥാന നഗരി BJP ഭരിക്കുന്ന BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് അധികാരം ഏറ്റെടുത്തത്. അതിനുശേഷം തൊട്ടു പിന്നാലെയുള്ള ദിവസത്തിലാണ് ഇപ്പോൾ ബലിദാനികളെ ഓർത്തെടുത്തുകൊണ്ട് ഓരോ ബലിദാനികളുടെയും വീട്ടിലേക്ക് സന്ദർശനം നടത്തി അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും കണ്ട് സംസാരിച്ചതിന് ശേഷം തുടർന്ന് ഭരണത്തിലേക്ക് കയറുക, തലസ്ഥാന നഗരിയുടെ ഭരണം കൈയാളുക എന്നൊരു ലക്ഷ്യം വയ്ക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് വി രാജേഷും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മേയർ, അനന്തപുരിയുടെ മേയർ, BJPയുടെ മേയർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ട് അവരെ കൂടിക്കാഴ്ച നടത്തുകയും സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ മേയർ വി രാജേഷാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ബലിദാനിയുടെ വീട്ടിലേക്ക്, രഞ്ജിത്തിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ പണ്ട് 2008-2009 കാലത്ത് അപ്രാപ്യമായിരുന്ന കാലത്ത് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിരവധി പ്രവർത്തകർ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു രഞ്ജിത്ത്. ആ രഞ്ജിത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് ആണ് CPMനെ ഭീതിയിലാഴ്ത്തുന്നത്. CPMനെ ഇത്തരത്തിൽ വിരളി പിടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക, ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തിനോട് കൂടി ആ ലക്ഷ്യത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കടയിൽ നിൽക്കുമ്പോഴാണ് ആ കടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിക്കേൽപ്പിച്ചുകൊണ്ട് അരുംകൊല ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. അങ്ങനെ ഉള്ള വ്യക്തിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വി രാജേഷ് എത്തിയിരിക്കുന്നത്. അതും സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഈ ബലിദാനികളെ എല്ലാം സന്ദർശിക്കുക, ബലിദാനികളുടെ ഓരോരോ വീടുകളും സന്ദർശിക്കുകയുണ്ട്. അവരുടെ ആശീർവാദം കൂടി വാങ്ങിച്ചുകൊണ്ട് വേണം ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അധികാരം കൈയാളാൻ എന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇച്ഛാശക്തി കൂടി അതുകൂടി കൊണ്ട്, അതായത് ഓരോ ബലിദാനികളെയും ഓർത്തെടുക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ഈ കഴിഞ്ഞ വഴിത്താരകളിലെല്ലാം ഇത്തരത്തിലുള്ള നിരവധി ധീര ബലിദാനികളുടെയൊക്കെ രക്തം ഒഴുക്കിയിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തികളെയും തങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു നിലയിലേക്ക് എത്താൻ മുമ്പ് പ്രവർത്തിച്ച തൻ്റെ ജീവനും സമർപ്പിച്ച ഓരോ വ്യക്തിയും മറക്കാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സന്ദർശനം ഇനിയും ഉണ്ടാകും. സമാനമായ മറ്റ് വീടുകളിലും സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മേയർ വി രാജേഷ് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗതം.
മണ്ണന്തലയിലെ രഞ്ജിത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ വി രാജേഷും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഉള്ളത്. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ 2008 CPM-ൻ്റെ ക്രിമിനലുകൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മണ്ഡൽ താലൂക്ക് ചുമതലകൾ വഹിച്ചിരുന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരത്ത് ധാരാളം ബലിദാനികൾ BJPക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുമുണ്ട്. അവരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ സംഘടനയുടെ വളർച്ചയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വി രാജേഷും അതുപോലെ തന്നെ ആശാനാഥും ഇപ്പോൾ ബലിദാനികളുടെ വീടുകളിലൂടെ ഇപ്പോൾ പര്യടനം നടത്തുന്നത്. ഇപ്പോൾ വി രാജേഷ് പ്രതികരിക്കുന്നു തത്സമയത്ത്. ലൈവാണോ കേൾക്കാൻ വയ്യ, എന്താണ്? തീർച്ചയായും, അതായത് ഇപ്പോൾ ഞങ്ങളെയൊക്കെ കാൽ ഇപ്പോൾ എന്നെയോ ഗിരിയോ ഒക്കെ ഇപ്പോൾ ദീപുണ്ട് ഇവിടുത്തെ കൗൺസിലർ, ഞങ്ങളെക്കാലൊക്കെ തന്നെ ഒരുപാട് മികച്ച ഒരുപാട് മിടുമിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വീട്ടിലാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പ്രസ്ഥാനം ഞങ്ങളുടെ ഈ സംഘടന തിരുവനന്തപുരത്ത് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രവർത്തകരിൽ ഒരാളാണ് രഞ്ജിത്ത്. അങ്ങനെയുള്ളവർ പടുത്തുയർത്തിയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം BJPക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇന്നലെ സത്യപ്രതിജ്ഞയുടെയൊക്കെ തിരക്കായതുകൊണ്ട് രാത്രി വൈകിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. ഇതിപ്പോൾ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ രഞ്ജിത്തിൻ്റെ അച്ഛനെയും അമ്മയും കുടുംബാംഗങ്ങളെയും കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. രഞ്ജിത്ത് മാത്രമല്ല, കല്ലമ്പള്ളി രാജേഷ്, അങ്ങനെ നിരവധി പ്രവർത്തകർ ഒരു ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചപ്പോൾ വ്യത്യസ്ത കാരണങ്ങളാൽ രാഷ്ട്രീയ വിയോജിപ്പുള്ളവരുടെ ഇവരെയൊക്കെ തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് മരണപ്പെട്ടു പോയി. പക്ഷേ അവരൊക്കെ ഏത് സ്വപ്നമാണോ കണ്ടത് ആ സ്വപ്നം നടപ്പിലാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും 100 കണക്കിന് സാധാരണക്കാരുടെ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കിടക്കും. ഞങ്ങൾ ജയിലിൽ പോയി അവരെ കാണുന്നുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും രഞ്ജിത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയും കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നിൽ വച്ച മുദ്രാവാക്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ അച്ഛനെയും അമ്മയും കാണാൻ വന്നതാണ്. കുടുംബാംഗങ്ങളൊക്കെ കണ്ടു. അമ്മയും അച്ഛനെയും സഹോദരിയൊക്കെ ഉൾപ്പെടെ കോർപ്പറേഷനിൽ ഓഫീസിലേക്ക്, മേയറുടെ ഓഫീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം രഞ്ജിത്തിൻ്റെയൊക്കെ സ്വപ്നമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലെത്തണമെന്ന്. അപ്പോൾ എവിടെ നിന്നുകൊണ്ട് രഞ്ജിത്തൊക്കെ ഇത് കാണുന്നുണ്ടാവും, അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വന്നത്. പേരിത്തരത്തിൽ ഈ CPM-ൻ്റെ കൊലക്കത്തിക്കിരയായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലും നഗരത്തിലേക്ക് ഇങ്ങനെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമയത്ത് നിരവധി പേരെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഓർത്തെടുക്കുകയാണല്ലേ ഈ നിമിഷം? തീർച്ചയായിട്ടും ഞങ്ങൾ അവരെ ഓർത്തെടുക്കുന്നു മാത്രമല്ല, രഞ്ജിത്തിനോടൊക്കെ ഞങ്ങൾ പുലർത്തുന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നീതി പുലർത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, CPM എന്ന അക്രമ രാഷ്ട്രീയ പാർട്ടിയുടെ അടിവേരറുത്തുകൊണ്ട്, അവരുടെ അഴിമതി രാഷ്ട്രീയത്തിൻ്റെ അടിവേരറുത്തുകൊണ്ട് ജനകീയ മുന്നേറ്റം നടത്തിയാണ് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ രഞ്ജിത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അഴിമതി കാട്ടിയവരെയും അക്രമം നടത്തിയവരെയും ഒരു കാരണവശാലും വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഗൗതം, അത് തന്നെയാണ്, അഴിമതി നടത്തിയവരെയും അക്രമം നടത്തിയവരെയും ഒന്നും ഒരു കാരണവശാലും ഇങ്ങനെ വെറുതെ വിടുന്ന സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ ഓരോരുത്തരെയും ഓർത്തെടുത്തുകൊണ്ട് അവരെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് വി രാജേഷ് ഇവിടേക്ക് എത്തിക്കൊണ്ട്. അല്പസമയത്തിനുള്ളിൽ ആശാനാഥും ഈ വീട്ടിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തകരെ എല്ലാം കാണുന്നുണ്ട്. ഈ വിജയം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ബലിദാനികളുടെ വീട്ടിലേക്കും എത്തുന്നത്. ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വി രാജേഷ് വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. തൊട്ടടുത്ത് ഈ സ്മൃതി ഓക്കെ തിരുവനന്തപുരം മേയർ വി രാജേഷ് ഇപ്പോൾ മണ്ണന്തലയിലെ ബലിദാനി രഞ്ജിത്തിൻ്റെ ഭവനം സന്ദർശിക്കുകയായിരുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനായും BJPക്ക് വേണ്ടിയും ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ധാരാളം പ്രവർത്തകരുണ്ട്. അവരുടെ എല്ലാം വീടുകൾ സന്ദർശിക്കുകയാണ് വി രാജേഷ്. ഒപ്പം ആശാനാഥും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവർക്കൊപ്പം ചേർന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിന്റെ തുടർചലനങ്ങൾ വരും ദിവസങ്ങളിൽ രൂക്ഷമാകും. വിമർശനവുമായി രംഗത്ത് വന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അനുനയിപ്പിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി. ലീഗിന് അവസാന ടേം ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്തതിലും ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരും. രേഷ്മ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ
വലിയ പ്രതിസന്ധി UDF-നകത്ത് ഇത് സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിന് നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഈ വാർത്തയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ മണ്ണന്തല രഞ്ജിത്തിൻ്റെ വീട്ടിൽ VV രാജേഷ് തുടരുകയാണ്. അവിടെ പുഷ്പാർച്ചന നടക്കുകയാണ് സ്മൃതി മണ്ഡപത്തിൽ. അതിൻ്റെ തത്സമയത്തിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് VV രാജേഷ് വീട് സന്ദർശിച്ച ശേഷം രഞ്ജിത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇപ്പോൾ ആശയും ധീരബലിദാനിയായ രഞ്ജിത്തിൻ്റെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രഞ്ജിത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താനായി എത്തുകയാണ് തിരുവനന്തപുരത്തിൻ്റെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്. നേരത്തെ VV രാജേഷ് അവിടെ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും എത്തുകയാണ്. ഇന്നലെ മേയർ സ്ഥാനം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യ ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി VV രാജേഷ് നൽകിയ മറുപടി സംഘടനയ്ക്കായി ജീവത്യാഗം ചെയ്ത ധീരന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അവരുടെ സ്മൃതി മണ്ഡപങ്ങളും അവരുടെ കുടുംബങ്ങളും സന്ദർശിക്കുന്നതിനാണ് തൻ്റെ സംഘടന ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത് എന്ന് VV രാജേഷും ആശയും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നത്തെ പുലരിയിൽ നമ്മൾ കാണുന്ന ദൃശ്യം മണ്ണന്തല രഞ്ജിത്തിൻ്റെ വസതിയിൽ എത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. രഞ്ജിത്തിൻ്റെ വസതിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രവർത്തകർ BJPക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനുമായി ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവത്യാഗത്തിൻ്റെ ഫലമാണ് സംഘടനയുടെ ഇന്നത്തെ വളർച്ചയെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കളെല്ലാം ഇപ്പോൾ ഈ ഭവനങ്ങൾ സന്ദർശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഇവരെയൊക്കെയാണല്ലോ മാതൃകയാക്കേണ്ടത്. കാരണം ഇവരൊക്കെയുള്ള കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങനൊരു പദവിയിലേക്ക് പോലും എത്തുന്നത്. കാരണം ഇവരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു പദവി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല രാഷ്ട്രീയ രംഗത്തേക്കും ഒക്കെ വന്നത്. പക്ഷേ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഇങ്ങനെയൊക്കെ ആകേണ്ടി വന്നതിൽ, ഇങ്ങനെയൊക്കെ അവർക്ക് സംഭവിക്കേണ്ടി വന്നതിൽ നമ്മളൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ നമ്മളൊക്കെ തുടക്കം ഇവരെയൊക്കെ വീട്ടിൽ നിന്ന് ആക്കിയത് ഒരുപാട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് വിഷമമുണ്ട്. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തി ആ ഒരു അമ്മയും അച്ഛനും അവിടെയൊക്കെ വിഷമത്തിൽ നമുക്കൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്.